മമ്മൂക്കേന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ഡൊമിനിക് ആൻഡ് ലേഡി പേഴ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ OTT അവകാശം നമ്മുടെ ആമസോൺ പ്രൈമാണ് മേടിച്ചിരിക്കുന്നത്. നിലവിൽ സിനിമയുടെ OTT റിലീസ് ഈ ആഴ്ചയായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നാളെ ആയിട്ട് വരാനാണ് കൂടുതൽ ചാൻസ് കാണുന്നത്. എന്തായാലും കാത്തിരിക്കുക നമുക്ക് സിനിമയുടെ OTT റിലീസിനായിട്ട്. സർപ്രൈസ് ആയിട്ടായിരിക്കും പുറത്തിറങ്ങാൻ പോകുന്നത്. നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ ഏറ്റവും പുതിയ മലയാള സിനിമയാണ് ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയുടെ ഓവർസീസിലെ OTT റിലീസ് നടന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. എന്നാൽ ഇതാ സിനിമയുടെ മലയാളത്തിലെ OTT റിലീസ് നമ്മുടെ മനോരമ മാക്സിലാണ് ഇപ്പോൾ സ്ട്രീമിംഗ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ ജയിലർ എന്ന് പറഞ്ഞ സിനിമയുടെയും OTT റിലീസ് ഇപ്പം നിലവിൽ നടന്നിരിക്കുകയാണ്. അതും മനോരമ മാക്സ് വഴിയായിട്ടാണ് നടന്നിരിക്കുന്നത്. ധ്യാനിന്റെ മറ്റൊരു സിനിമയും ഇന്ന് OTT റിലീസിന് വന്നിട്ടുണ്ട്. സൺ നെക്സ്റ്റിലൂടെയാണ്. കുടുംബശ്രീയും കുഞ്ഞാടും എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. 2 ധ്യാൻ സിനിമകളാണ് ഇന്ന് മാത്രം OTT റിലീസ് ചെയ്തിരിക്കുന്നത്. 2 തെലുങ്ക് സിനിമയുടെ OTT റിലീസും ഇന്ന് നടന്നിട്ടുണ്ട്. ഹോം ടൗൺ എന്ന് പറഞ്ഞ തെലുങ്ക് സിനിമയുടെ OTT റിലീസ് ഇപ്പോൾ നമ്മുടെ OTT വഴി നടന്നിട്ടുണ്ട്. മറ്റൊരു OTT സിനിമയാണ് 14 Days Girlfriend Into എന്ന് പറഞ്ഞ സിനിമ. തെലുങ്ക് സിനിമയാണിത്. ഇത് ആമസോൺ പ്രൈം വഴിയാണ് ഇപ്പോൾ നിലവിൽ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. അടുത്ത നമ്മുടെ സൗബിൻ ഷെയർ അഭിനയിച്ച ഏറ്റവും പുതിയ സിനിമയാണ് മച്ചാന്റെ മാലക എന്ന് പറഞ്ഞ സിനിമ. ഇപ്പോൾ ഒരേ സമയത്ത് സിംപ്ലി സൗത്തിലെ ഓവർസീസിലും അതുപോലെ തന്നെ ഇന്ത്യയിലും നമ്മുടെ ആമസോൺ പ്രൈം വീഡിയോയിലായിട്ട് ഇപ്പോൾ മച്ചാന്റെ മാലാക എന്ന് പറഞ്ഞ സിനിമയുടെ OTT റിലീസ് നടന്നിരിക്കുകയാണ് നമ്മുടെ ആമസോണിലും സിംപ്ലി സൗത്തിലും. മറ്റൊരു തമിഴിലെ തന്നെ അഡൽട്ട് കോമഡി എൻ്റർടൈനർ സിനിമയാണ് പെർസ് എന്ന് പറഞ്ഞ സിനിമ. ഈ വരുന്ന ഏപ്രിൽ മാസം 11-ാം തീയതി തമിഴിലും തെലുങ്കുവിലും കന്നഡയിലും മലയാളത്തിലുമായിട്ട് പെർസ് എന്ന് പറഞ്ഞ തമിഴ് സൂപ്പർ ഹിറ്റ് സിനിമ OTT റിലീസിന് വരുന്നതായിരിക്കും. ഇന്ന് നമ്മുടെ സിദ്ധാർത്ഥ്, മാധവൻ, മീര ജാസ്മിൻ, നയൻതാര അഭിനയിച്ച ടെസ്റ്റ് എന്ന സിനിമയുടെ OTT റിലീസ് നെറ്റ്ഫ്ലിക്സ് വഴി നടന്നിരിക്കുകയാണ്. ഡയറക്റ്റായിട്ട് മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ, തെലുങ്ക് പല ഭാഷകളിലായിട്ട് 2 മണിക്കൂർ 36 മിനിറ്റാണ് സിനിമയുടെ കംപ്ലീറ്റ് റൺ ടൈം വരുന്നത്. ഇന്നാണ് സിനിമയുടെ OTT റിലീസ് നടന്നത്. മറ്റൊരു ഹൊറർ സിനിമേൻ്റെയാണ്. മുർമുർ എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. തമിഴ് സിനിമയാണ്. ആമസോണിലും 10 കോട്ടിയിലുമായിട്ട് ഇപ്പോൾ നിലവിലെ സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു ഹൊറർ സിനിമയാണ്. എന്തായാലും ഹൊറർ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. മറ്റേത് നമ്മുടെ GB പ്രകാശിൻ്റെ ഒരു കിഡിലൻ ഫാൻറ്റസി പടത്തിൻ്റെ OTT റിലീസാണ്. കിങ്സ്റ്റൺ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. സീ തമിഴിലും ZEE5ലും ഒരേ സമയത്ത് ഏപ്രിൽ 13-ാം തീയതി ആയിരിക്കും സിനിമയുടെ OTT റിലീസ് വരാൻ പോകുന്നത്, തമിഴ് പതിപ്പിൽ മാത്രമായിട്ട്. അടുത്ത പഞ്ചായത്തിൻ്റെ സീസൺ 4ൻ്റെ OTT റിലീസാണ്. ജൂലൈ മാസം 2-ാം തീയതി ആയിരിക്കും ഇതിൻ്റെ പുതിയ സീസൺ പുറത്തിറങ്ങാൻ പോകുന്നത് ആമസോൺ പ്രൈം വീഡിയോയിൽ. അടുത്ത OTT അപ്ഡേറ്റ് കോർട്ട് എന്ന് പറഞ്ഞൊരു അന്യഭാഷ സിനിമേൻ്റെയാണ്. കോർട്ട് സ്റ്റേറ്റ് വേഴ്സസ് എ നോബഡി എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഏപ്രിൽ 11-ാം തീയതി സിനിമ തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് പോകുന്നതായിരിക്കും. കാത്തിരിക്കും നമുക്ക് സിനിമയുടെ OTT റിലീസിനായിട്ട്. മറ്റൊരു മലയാള സിനിമയാണ് നമ്മുടെ സൗബിൻ ഷെയർ, ബേസിൽ ജോസഫ്, ചെമ്പൻ വിനോദ് അഭിനയിച്ച പ്രവീൺ കൂടി ഷാപ്പ് എന്ന സിനിമയുടെ OTT റിലീസ്. സോണിയിലുമാണ് സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഏപ്രിൽ 11-ന് മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ, തെലുങ്ക് പല ഭാഷകളിലായിട്ടായിരിക്കും സിനിമ OTT റിലീസിന് പോകുന്നത്. മറ്റൊരു സിനിമയാണ് പൈങ്കിളി എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ സജിൻ ഗോപു, അനുസരാജ് എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഏപ്രിൽ 11-ാം തീയതി നമ്മുടെ മനോരമ മാക്സ് വഴിയായിട്ടായിരിക്കും ഈ ഒരു സിനിമ OTT റിലീസിന് പോകുന്നത്. കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട് OTT അപ്ഡേറ്റിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ്.